നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് LDC അതുപോലെ തന്നെ LP UP എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസിലെ 6ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിന് മുമ്പുള്ള 5 മോക്ക് ടെസ്റ്റുകളും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം പോയി കാണുക. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ LDCക്കാർക്കും അതുപോലെ തന്നെ LP UPക്കാർക്കും ഉപകാരപ്രദമായ പ്രീവിയസ് GK ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങിയ 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ രീതിയിൽ മുൻകാല ചോദ്യപേപ്പറുകളിലൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, റിവിഷനും ആവും. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ. 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നതാണ് ആൻസർ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരിക്കാം? പഴശ്ശിരാജ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു എന്നത് ശരിയാണല്ലേ. അതുപോലെ തന്നെ കേരള സിംഹം എന്നറിയപ്പെടുന്നു. പിന്നെയോ പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന ഈ 3 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായ ഉത്തരം. അടുത്ത ചോദ്യം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ചെമ്പഴന്തി ആശ്രമം, ചാന്നാർ ലഹള അല്ലേ. ഏതാണ് ശരിയായി യോജിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. ഏതാണ്? 1 6, 2 5, 3 9, 4 7. ഗുരുവായൂർ സത്യാഗ്രഹം ആരാണ്? മന്നത്ത് പത്മനാഭനാണ് നേതൃത്വം കൊടുത്തത് അല്ലേ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ആരാണ്? വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു. ചാന്നാർ ലഹള അയ്യങ്കാളി. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഇതാണ്: നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നതാണ് തെറ്റായ പ്രസ്താവന. എന്തുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റായത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമി അല്ലേ, INA പ്രവർത്തിച്ച വക്കം അബ്ദുൽ ഖാദർ ആണ് അല്ലേ. പ്രവർത്തിച്ച വ്യക്തി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് 26ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ നമ്മളോട് ചോദിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ ആൾ അല്ലേ. അപ്പം മാറിപ്പോരുത്. INA പ്രവർത്തിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? കേളപ്പൻ നയിച്ചു. രണ്ടാമത്തേത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സേനാനികളാണ് പങ്കെടുത്തത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ 4ഉം 5ഉം തെറ്റാണ് അല്ലേ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നത് തെറ്റാണ്. അതുപോലെ തന്നെ 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തു എന്നതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായി വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4, 1, 2, 3, 5 അല്ലേ. ആദ്യം നടന്നത് ബംഗാൾ ഗസറ്റ് പത്രം പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ്? 1780 രണ്ടാമത്തേത് ഏതാണ് വരിക? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ. 1919 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പിന്നീട് വരുന്നത് ചൗരി ചൗരാ സംഭവം. എപ്പോഴാണ് വർഷം? 1922. പിന്നെ ഏതാണ് വരിക? ഉപ്പു സത്യാഗ്രഹം 1930. അവസാനം നടന്ന സംഭവം എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ. 1942.
അപ്പോൾ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങളുടെ വർഷങ്ങളെല്ലാം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ആൻസർ? ഹിന്ദു സമാജം അല്ലേ? ഓപ്ഷൻ സി, ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഓറഞ്ച് വിപ്ലവമാണ് അല്ലേ? ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽ പെടാത്തത്. നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം ഇതെല്ലാം കാർഷിക മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓറഞ്ച് വിപ്ലവമാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ് ആരാണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ? ഡോക്ടർ വിക്രം എ സാരാഭായി ആണ്. ഓപ്ഷൻ എ, വിക്രം സാരാഭായി അല്ലേ? ഡോക്ടർ വിക്രം എ സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. എന്താണ് പ്രസ്താവനകൾ? നൈൽ നദീതടത്തിലാണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ടാണ് നിർമ്മിച്ചത്. ഏതാണ് ശരി? മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് അല്ലേ? മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് എന്താണ്? സിന്ധു നദീതട സംസ്കാരം അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സിന്ധു നദീതട സംസ്കാരം. അടുത്ത ചോദ്യം, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം അല്ലേ? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവനകളെല്ലാം വായിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ വരിക? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിശദമായൊരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ PSC പള്ളിക്കൂടത്തിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി ആ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 അല്ലേ? 3 പ്രസ്താവനകളാണ് ശരി. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. ആ പ്രസ്താവനയും ശരിയാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ് ഒന്ന് പറഞ്ഞേ? ബ്രഹ്മപുത്രയാണ് അല്ലേ? ഓപ്ഷൻ ഡി ബ്രഹ്മപുത്രയാണ് ആൻസർ. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി അല്ലേ? ഇത്രയും ഉപദ്വീപീയ നദികളാണുള്ളത്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര എന്താണ്? ഹിമാലയൻ നദിയാണ് അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ ആണ് ആൻസർ.
42. ഏതാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. വർഷം 1976. അടുത്ത ചോദ്യം, സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ നോക്കാം. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാവുന്നത്. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തേത് തെറ്റാണ്. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. നാലാമത്തെ ഓപ്ഷൻ, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. അപ്പോൾ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1ഉം 4ഉം ശരി എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ് വന്നത്. എങ്ങനെയാണ്? കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയ സാമൂഹ്യ നിയന്ത്രണം ഏതാണ്? അത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് അല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് വെച്ചാൽ പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന സാമൂഹിക നിയന്ത്രണമാണ്. അപ്പോൾ അനൗപചാരികം എന്തായിരിക്കും? കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം, അതൊക്കെയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം. അപ്പോൾ നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവ എന്താണ്? അത് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1ഉം 4ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഏതാണ് ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ? ഏതാണ്? സ്റ്റെല്ലേറിയം ആണ് അല്ലേ? ഓപ്ഷൻ സി, സ്റ്റെല്ലേറിയം എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരുന്ന സ്ഥാപനം ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? കൈറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റാണ് ആൻസർ. അടുത്ത ചോദ്യം, ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഏതാണ്? ഫുഗാക്കു ആണ് അല്ലേ? ഏതാണ്? ഫുഗാക്കു. ജപ്പാൻ്റെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഫുഗാക്കു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. ഏതാണ്? കൂളോം ആണ് അല്ലേ? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോം. ഓപ്ഷൻ സി ആണ് ആൻസർ. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും വരിക. അതായത് ഒരു സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ നിന്ന് നേർരേഖാ ദൂരം അല്ലേ? മറ്റൊരു സ്ഥലത്തേക്കുള്ള നേർരേഖാ ദൂരത്തിനെയാണ് എന്ത് പറയുക? സ്ഥാനാന്തരം എന്ന് പറയാം. അപ്പോൾ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സമയവും സ്ഥാനാന്തരവും ഹൊറിസോണ്ടൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? വോസ്റ്റോക്ക് 1 ആണ്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. വോസ്റ്റോക്ക് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം? കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. എന്തായിരിക്കാം കാരണം? കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. കടൽ വെള്ളത്തിന് എപ്പോഴും സാന്ദ്രത കൂടുതലായിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഏതൊക്കെയാണ് മാറ്റം വരിക? ഏതൊക്കെയാണ്?
വേഗതയും തരംഗദൈർഘ്യവും അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. വേഗത, തരംഗദൈർഘ്യം എന്നിവയ്ക്കാണ് മാറ്റം വരിക. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ മാറ്റം വരും? വേഗത, തരംഗദൈർഘ്യം. അടുത്ത ചോദ്യം, ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായത്? നമുക്ക് ശ്രേണി രീതിയൊക്കെ, ഇതൊക്കെ SSCRT പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ SSCRT പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. 1ഉം 2ഉം ശരിയാണ്. ഓരോ സെല്ലിലെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ തന്നെ ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? ഓരോ സെല്ലിലെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ. അതുപോലെ തന്നെ ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്കും തുല്യമായിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? അപ്പോൾ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? അത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഹീറ്റർ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനും താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അല്ലേ. റെഫ്രിജറേറ്റർ എന്താണ്? അത് തണുപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കത് എടുക്കണ്ട, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഏതാണ്? പ്രളയ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി പ്രളയ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഏത്? പ്രളയ് അല്ലേ. പ്രളയ് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി അല്ലേ INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? INOയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ലായനികൾ, കൊളോയിഡുകളൊക്കെ നമ്മൾ SSCRTയിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. ആ പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലേ. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. കൊളോയിഡിൽ നമുക്ക് പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത്തേതോ, പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ അതെന്താണ്? അത് തെറ്റാണ് അല്ലേ. കൊളോയിഡിലെ പദാർത്ഥ കണികകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനയാണ് ശരി. ഏതാണ് അപ്പോൾ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതെല്ലാം? ഏതാണ്? ഓപ്ഷൻ ഒന്ന് കറക്റ്റ് നോക്കി വായിച്ചേ. HCl എങ്ങനെ വിഘടിച്ചു? H++Cl- അല്ലേ. രണ്ടാമത്തേത് H2CO3 എങ്ങനെ വിഘടിക്കാം? 2H++CO3 2-. അപ്പോൾ H2SO4 H+HSO4-. അടുത്തത് H3PO4 എങ്ങനെ വിഘടിക്കാം? 3H++PO4 3-. അപ്പോൾ ഇതിലെന്താണ്? എല്ലാ ഓപ്ഷൻസും ശരിയാണ് അല്ലേ. ആസിഡുകളുടെ അയോണികര സമവാക്യങ്ങളെല്ലാം ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? എല്ലാം ശരിയാണ് അല്ലേ. ഓൾ ദി എബോവ് എന്നതാണ് ശരി. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്. ഓൾ ദി എബോവ് അതാണ് നമുക്കിവിടെ ആൻസറായി വരിക. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യത്തേത് HCl ആണ് അല്ലേ. അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. അപ്പോൾ നമുക്ക് വിഘടിച്ചപ്പോഴും അതിൽ എന്തുണ്ട്? H അല്ലേ. H+ ഉണ്ട്. പിന്നെ Cl- ആണ് വരിക. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തേൽ നോക്കിയേ, H2CO3 ആണ്. അതിൽ 2 ഹൈഡ്രജനാണ് ഉള്ളത്. അപ്പോൾ അത് വിഘടിച്ചപ്പോൾ അപ്പുറത്തെ സൂത്രവാക്യം നോക്കിയേ 2H എന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ഹൈഡ്രജനും CO3 2- ആണ്. അത് 3 തന്നെ അപ്പുറത്തും വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്ക് എത്രയാണോ തന്മാത്രകളുള്ളത് അത് തന്നെ കൂട്ടിയതായിരിക്കണം വിഘടിച്ചാലുള്ള എണ്ണവും. അപ്പോൾ സെയിം ആണോ? എല്ലാ ഓപ്ഷനിലും സെയിം ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് നോക്കുന്നത്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതാണ്? പീരിയഡിൽ നിന്ന് ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഈ പ്രസ്താവന ശരിയാണ് അല്ലേ? രണ്ടാമത്തെ പ്രസ്താവനയോ? പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അതും ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ വരിക? ഓൾ ദി എബോവ് എന്നതാണ്. ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. എല്ലാം ശരിയാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, 150 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര? ഏതാണ് ആൻസർ? 10 × 6.022 × 10⁻23 അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 10 × 6.022 × 10⁻23. അപ്പോൾ ഈ 6.022 × 10⁻23 എന്നത് അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് അല്ലേ? 2ഉം 4ഉമാണ് ആൻസർ. ഏതാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ്. 2ഉം 4ഉമാണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 4ഉം. മനസ്സിലായോ? അടുത്ത ചോദ്യം, Ag+3Bg ആർ ഇക്വിലിബ്രിയം വിത്ത് 2Cg+ താപം. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും. എന്താണ് പുരോപ്രവർത്തനം? ആ ഒരു ഏരോ മാർക്ക് കാണുന്നില്ലേ? ആ വലത്തോട്ട് നടക്കുന്നതാണ് പുരോപ്രവർത്തനം അല്ലേ? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏരോ മാർക്ക് അതാണ് പശ്ചാത് പ്രവർത്തനം, തിരിച്ച് ഇങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലി 3 and 4. ഏതാണ്? മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. മർദ്ദം വർദ്ധിപ്പിച്ചാലും എയുടെ ഗാഢത വർദ്ധിപ്പിച്ചാലും എന്ത് സംഭവിക്കും? പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായകമാകും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓൺലി 3 and 4. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാമാണ്? ആൻസർ ഏതാണ്? ഓൺലി 1 and 3 ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൺലി 1 and 3. 1ഉം 3ഉമാണ് ഫങ്ഷണൽ ഐസോമറുകൾ. 2ലും 6 ഹൈഡ്രജൻ വീതമാണുള്ളത് അല്ലേ? അപ്പോൾ 1 and 3 ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം? കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അല്ലേ? എലോട്രോപ്സ് ഏതെല്ലാമാണ്? ഏതാണ് ആൻസർ വരിക? 2ഉം 3ഉം 4ഉമാണ് അല്ലേ? 2ഉം 3ഉം 4ഉം. അതായത് ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. ഇത് 3ഉം എന്താണ്? കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. ക്യൂമീൻ എന്നത് തെറ്റായ ആൻസറാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓൺലി 2, 3, 4. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷമേത്? നമുക്കെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2019 ആണ് അല്ലേ? ഓപ്ഷൻ സി 2019. 2024 ഏത് വർഷമാണ്? കെമൽ ഡേ ആണ് അല്ലേ? ഇൻ്റർനാഷണൽ ഒട്ടക വർഷമാണ് എന്ത്? 2024. അതുപോലെ തന്നെ 2023 മില്ലറ്റ് വർഷമാണ്. ഏതാണ്? മില്ലറ്റ് വർഷം അഥവാ ധാന്യവർഷം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണ്? MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. ആ കോളങ്ങളാൽ എന്നല്ല, അക്ഷരത്തെറ്റാണ്. MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്നതാണ് ശരിയായ ജോഡി. നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. തിയോഡർ ഷാൻ എന്താണ് ചെയ്തത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അല്ലേ? റുഡോൾഫ് വിർഷോ. ഏതാണ് റുഡോൾഫ് വിർഷോ? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയതാണ് റുഡോൾഫ് വിർഷോ. റോബർട്ട് ബ്രൗണിന് യോജിച്ചത് ഏതാണ്? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി അല്ലേ?
റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത്. അപ്പോൾ അതൊന്നും കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. പോഷണ പ്രക്രിയക്ക് കുറേ ഘട്ടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. അതൊന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. ആദ്യം ആഹാര സ്വീകരണം, പിന്നീട് ദഹനം, പിന്നെ ആഗിരണം, സ്വാംശീകരണം, വിസർജനം. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. ഇത് നമ്മൾ 2 ദിവസം മുന്നേ കോഡിലൂടെ പഠിച്ചതാണ് അല്ലേ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? ADEK. അടയ്ക്കക്ക് കൊഴുപ്പുണ്ട് എന്ന് പഠിച്ചില്ലേ നമ്മൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ADEK. ഓപ്ഷൻ സി ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നത് ഏതായിരിക്കും? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ബി-സി-ആണ് നമ്മൾ പഠിച്ചു അല്ലേ. ബിയും സിയുമാണ്. മനസ്സിലായല്ലോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നതാണ്. ഓപ്ഷൻ ബി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? സെറിബ്രമല്ല അല്ലേ, സെറിബെല്ലമാണ്. ഏതാണ്? സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ, നമ്മുടെ മദ്യം കഴിക്കുന്ന സമയത്ത് ബാലൻസ് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1, 3, 4 ആ ഓപ്ഷൻ എല്ലാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? സെറിബ്രവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലാക്കി വെക്കുക. മസ്തിഷ്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗമേത്? വാക്സിനേഷനിലൂടെ, അതായത് നമ്മൾ കുത്തിവയ്പ് നൽകുന്നതിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ്? ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ് അല്ലേ. സിക്കിൾ സെൽ അനീമിയക്ക് എന്തില്ല? വാക്സിനേഷനിലൂടെ നമുക്കത് പ്രതിരോധിക്കാൻ സാധ്യമല്ല. വില്ലൻ ചുമക്കും, ക്ഷയത്തിനും ഡിഫ്തീരിയക്കും ഒക്കെ എന്തുണ്ട്? വാക്സിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? ഏതാണ്? ജലത്തിൻ്റെ വിഘടനമാണ് അല്ലേ. ജലം വിഘടിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ജലത്തിൻ്റെ വിഘടനം. അടുത്ത ചോദ്യം. ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2021 വൈദ്യശാസ്ത്ര നോബലാണ് ചോദിച്ചത്. നിങ്ങളിപ്പോൾ കൃത്യമായി 2022, 2023, 2024 നോബൽ സമ്മാനങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡേവിഡ് ജൂലിയസ് ആണ്. ആരാണ്? ഡേവിഡ് ജൂലിയസ് ആണ്. അടുത്ത ചോദ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത്? ഏതാണ്? ജൈവ വൈവിധ്യ ഉദ്യാനം. ഏതാണ്? ജൈവ വൈവിധ്യ ഉദ്യാനം എന്നതാണ് ശരിയായ ആൻസർ. അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മാത്സ് ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. 500, 1000, 100, 200, 20 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ, 40 അല്ലേ. ഓപ്ഷൻ സി ആണ്, 40 ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണല്ലേ, 128 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ, 2 ആണ് ആൻസർ വരിക. അതായത് 2ൻ്റെ 4 മടങ്ങാണ് എത്ര? 8. അപ്പോൾ ഈ 8ഉം 2ഉമാണ് സംഖ്യ വരിക. അപ്പോൾ 2ൻ്റെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് 8 അല്ലേ. 2ൻ്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ 6 ആണ്. 6നേക്കാൾ 2 കൂടുതലാണെന്ന് പറയുമ്പോൾ അത് 8 ആയിരിക്കും സംഖ്യ. അപ്പോൾ ഓപ്ഷൻ ഡി 2 ആണ് ആൻസർ. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. 3:3ൻ്റെ എത്ര മടങ്ങാണ് 3:5? എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ, 9 മടങ്ങാണ്. 3:3ൻ്റെ എത്ര മടങ്ങാണ് 3:5?
9 മടങ്ങാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം നോക്കാം. 50ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് 500 ലിറ്റർ അല്ലേ. 500 ലിറ്റർ വെള്ളമാണ് ഇനി അതിലേക്ക് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സീരീസിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തന്നെ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആൻസർ മാത്രം പറഞ്ഞത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ വെച്ച് വളരെ വേഗം മാത്സ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുകയും അതോടൊപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. നമുക്ക് സമയം പോകുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടും അല്ലേ. അപ്പോൾ ടെൻഷനും സമയക്കുറവും എല്ലാം നമ്മുടെ പരീക്ഷയെ ബാധിക്കും. അപ്പോൾ അതിനൊന്നും ഇടയാക്കണ്ട, വളരെ നന്നായി ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റ് സീരീസിൽ കാണാം. അതിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും വളരെ നന്നായി പഠിക്കുക. നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ട് കളയരുത്. ഈ പ്രയാസങ്ങളൊക്കെ മാറും. നാളെ ഒരു നല്ല ദിവസം നിങ്ങൾക്കായി കാത്തിരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവരും പഠിക്കുക. അടുത്ത മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്